മൂസ, അതുകൊണ്ട് നീ എന്നെ ഓർക്കുന്നതിന് വേണ്ടി നമസ്കാരം നിലനിർത്തണേ മൂസ, ഇബാദത്ത് എനിക്ക് ചെയ്യണേ മൂസ. മാത്രവുമല്ല മൂസ, ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ചു കേൾക്കണേ മൂസ. ഇന്നനീ അനല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുനി വഅഖിമിസ് സ്വലാത ലിദിക്രി. അല്ലാഹുവിനെ ഓർക്കുമ്പോ അല്ലാഹനെ മറക്കാത്ത ഏതൊരുത്തനും അല്ലാഹുവിന്റെ ഏകത്വമാണ് പ്രധാനമായ സബ്ജക്ട്. അവന്റെ ഏകത്വം, അവന്റെ പ്രാധാന്യം, അവന്റെ തൗഹീദ് അതൊരു വലിയ വിഷയമാണ്. അവന്റെ കാരുണ്യം, ആ കാരുണ്യത്തിൽ ജീവിക്കുന്ന മനുഷ്യനെ അല്ലാഹനെ മറക്കാനാവില്ലെന്ന് അല്ലാഹു നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് അല്ലാഹുവിനെ പറ്റിയാണ് ഞാൻ ആദ്യമായി നിങ്ങളോട് സംസാരിക്കുന്നത്. ലോകത്ത് പടച്ചതമ്പുരാനെ മറന്നുപോകുന്ന എല്ലാ ധിക്കാരങ്ങളും ചെയ്യുന്നവരുടെ അടിസ്ഥാന കാരണം എന്താണ്? അല്ലാഹനെ ഓർക്കാത്തതാണ്. എന്തുകൊണ്ട് മനസ്സിന് സമാധാനമില്ല? എന്തുകൊണ്ട് ലോകത്ത് അശാന്തി വരുന്നു? അതൊരൊറ്റ കാര്യമാണ്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. നിങ്ങൾ അറിയണേ, അല്ലാഹനെ ഓർക്കുന്നത് വഴിയല്ലാതെ നിങ്ങളുടെ മനസ്സിന് സമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ട് അലാ, നിങ്ങൾ അറിയണം, ബിദിക്രില്ലാഹ്, അല്ലാഹ് ഓർക്കുന്നത് വഴിയല്ലാതെ നിങ്ങളുടെ മനസ്സിന് സമാധാനം ഉണ്ടാവില്ല. സൂറത്ത് റഅദിലൂടെ അല്ലാഹു 28ാമത്തെ സൂക്തത്തിലൂടെ പറയുകയാണ്. 13ാമത്തെ അധ്യായം സൂറത്ത് റഅദാണ്. അതുകൊണ്ട് അല്ലാഹു തന്നെ മനുഷ്യരെ ക്ഷണിക്കുന്നത് വല്ലാഹു യദൂ ഇലാ ദാരിസ്സലാം. അല്ലാഹു നിങ്ങളെ ക്ഷണിക്കുന്നത് സമാധാനത്തിന്റെ ഭവനത്തിലേക്കാണ്. അവിടെ സംഘട്ടനമില്ല, അവിടെ സംഘർഷമില്ല, അവിടെ ഒരു മനുഷ്യനെയും ഒരാളും ഒരു കള്ളവാർത്ത അവിടെ കേൾക്കില്ല, അവിടെ ഒരു വിനോദ വാർത്തയില്ല, അവിടെ ആരെയും പരിഹസിക്കില്ല, അവിടെ ആർക്കും ഒരാളും ഒരു മനോവേദനയും ഉണ്ടാക്കില്ല. ലഹുവും വലാ കിതാബ, കള്ളവാർത്തകൾ അവിടെയില്ല, അനാവശ്യങ്ങൾ അവിടെയില്ല. അതുകൊണ്ട് വല്ലാഹു യദൂ ഇലാ ദാരിസ്സലാം, അല്ലാഹു നിങ്ങളെ ക്ഷണിക്കുന്നത് സമാധാനത്തിന്റെ ഭവനത്തിലേക്കാണ്. സൂറത്ത് യൂനുസിന്റെ വാചകമാണ്. 10ാം അധ്യായത്തിലെ 25ാമത്തെ വചനമാണ്. സലാമുൻ അലൈക്കും ബിമാ സബർതും, സലാമുൻ അലൈക്കും ബിമാ സബർതും. നിങ്ങൾ ക്ഷമിച്ചത് കാരണം കൊണ്ട് നിങ്ങൾക്ക് രക്ഷയാണ്. അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം ഹയ്യിനാ റബ്ബനാ ബിസ്സലാം. സമാധാനത്തിന്റെ ഭവനമാണ്, അത് സ്വർഗ്ഗലോകമാണ്. ആ സ്വർഗ്ഗത്തിലേക്ക് മനുഷ്യരെ ക്ഷണിക്കുമ്പോ അല്ലാഹ് ആരാണെന്ന് പറഞ്ഞുകൊണ്ട് വേണം നമുക്കിതൊക്കെ തുടങ്ങാൻ. സൂറത്ത് സുമറിലൂടെ അല്ലാഹ് പറയുന്ന വാചകമാണ് വസീകല്ലദീന തഖൂ. നോക്കൂ, അല്ലാഹുവിനെ സൂക്ഷിക്കുന്ന, അല്ലാഹനെ അറിഞ്ഞു ജീവിക്കുന്ന ആളുകളെ സ്വർഗത്തിലേക്ക് സംഘങ്ങളായി തെളിച്ചു കൊണ്ടുപോകും. നേരെ മറിച്ച് നരകം നേടിയവരോ വസീകല്ലദീന കഫറൂ ഇലാ ജഹന്നമ സുമറാ. നരകത്തിലേക്ക് സംഘങ്ങളായി ഈ മനുഷ്യരെ കൊണ്ടുപോകുന്ന ഭയാനകരമായ ഒരു ദിവസത്തിൽ നിന്ന് മനുഷ്യരെ രക്ഷപ്പെടുത്താനാണ്. ഇന്നി അഖാഫു അലൈക്കും അദാബ യൗമിൻ അളീം. വേദനാജനകമായ കഠോരമായ നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് ലോകത്തെ രക്ഷപ്പെടുത്താനാണ് പ്രവാചകന്മാർ വന്നത്. പ്രവാചകന്മാർക്ക് ജനങ്ങളോട് അമിതമായ താല്പര്യമായിരുന്നു, ആഗ്രഹമായിരുന്നു, ഉത്കടമായ താല്പര്യമായിരുന്നു ജനങ്ങളെ നരകത്തിലേക്ക് പോകുന്നതിന്. പക്ഷേ ഇന്ന് ഏറെ വേദനയുള്ള ഒരു കാര്യം എന്താന്ന് ചോദിച്ചാൽ, മുസ്ലിം സമൂഹത്തിലെ പണ്ഡിതന്മാർക്ക് പോലും ആളുകൾ നരകത്ത് പോകുന്നതിന് യാതൊരു ഭയപ്പാടില്ല. കേരളത്തിൽ അറിയപ്പെട്ട ഒരു പണ്ഡിതന്റെ പ്രസ്താവന, എനിക്ക് എന്റെ കാർ ഡ്രൈവറോട് വളരെ കാലമായിട്ട് ഞാൻ തൗഹീദ് പറഞ്ഞിട്ടില്ല എന്നാ. ഞാൻ അതിനെപ്പറ്റി ഒറ്റ വാചക പറയുന്നത്, നരകത്തെ പറ്റി അയാൾ പഠിച്ചിട്ടില്ല. ആ പണ്ഡിതൻ നരകത്തെ പറ്റി പഠിച്ചിട്ടില്ല. അതാണ് അതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത്. വേറൊന്നും ഞാൻ അതിനെപ്പറ്റി പറയില്ല. ഞാൻ എന്റെ കാർ ഡ്രൈവറോട് തൗഹീദ് പറഞ്ഞിട്ടില്ല. അതൊരു അഭിമാനമായി, ഒരാഹ്ലാദമായി, ഒരു തലമുറ പിൻപറ്റേണ്ട സുന്നത്തായിട്ട് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ എന്നെ കണ്ടു പഠിച്ചോളീൻ. ഞാൻ അതിന് ഒറ്റ വാചക പറയുന്നത്, നരകത്തിന്റെ ഭയാനകത പഠിച്ചിട്ടില്ല.
അതുകൊണ്ട് ഈ പെരിയമ്പലം എന്നൊക്കെ പറഞ്ഞാലേ മദീനത്തുൽ ഉലൂമിന്റെ കാറ്റേറ്റ് ഒരു പ്രദേശമാണിത്, അല്ലേ? അതിന്റെ കാറ്റേൽക്കുന്ന ഒരു പ്രദേശമാണിത്. പുളിക്കലും ഈ സ്ഥലമൊക്കെ എന്ന് പറഞ്ഞാൽ തൗഹീദിന്റെ ശബ്ദം ധാരാളം കേട്ടൊരു സ്ഥല. ഇന്ന് ശിർക്കിന്റെ തലപൊക്കിക്കൊണ്ടിരിക്കുന്നവിടെ ഈ നാട്ടിൽ ജീവിക്കുന്ന ഹൈന്ദവരോട്, ക്രൈസ്തവരോട്, വ്യത്യസ്ത ചിന്താധാരകളുള്ളവരോട് ആര് പറയും ഇസ്ലാമിനെ? ആരറിയിക്കും ഇവരെ ഇസ്ലാമിനെ? ആരാ അത് പറയേണ്ടത്? ആരായി ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടത്? വിശുദ്ധ ഖുർആൻ അത്ഭുതകരമാണ്. ഖുർആൻ മുസ്ലിം സമുദായം ആദ്യമായിട്ട് മനസ്സിലാക്കുക നമ്മൾ ആരാ നമ്മൾ. സത്യത്തിൽ അള്ളാഹു നമ്മളോട് പറഞ്ഞ എന്താ? നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയാണ്, ജനങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയല്ല. മുസ്ലിം സമൂഹം മറന്നുപോയൊരു കാര്യം വളരെ വ്യക്തം. കുൻതും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ് തഅമുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ. കുൻതും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ്. നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടവരാ. അങ്ങനെ ലോകത്തുള്ള മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടവരാ നിങ്ങൾ. ആ ഓർമ്മ ഉണ്ടോ? ജനങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ എന്നുള്ളൊരു ഓർമ്മ നമുക്കുണ്ടോ? ഉണ്ടോ? നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് കിട്ടി, നമ്മൾ അങ്ങോട്ട് എന്ത് കൊടുത്ത്? നമ്മൾ അങ്ങോട്ട് കൊടുക്കേണ്ടവരാ. ലോകത്തെ പ്രവാചകനും അദ്ദേഹത്തിന്റെ അനുയായികളും അങ്ങോട്ട് കൊടുത്തവരാ. ഇങ്ങോട്ട് വാങ്ങിയവരല്ല, അങ്ങോട്ട് കൊടുത്തവരാ. എല്ലാരെയും നിങ്ങൾക്കറിയില്ലേ, ഷുഐബ് അബീ ത്വാലിബ് മലയിൽ 3 കൊല്ലക്കാലം പ്രവാചകനെയും അനുയായികളെയും അവർ ഗറാവോ ചെയ്തു. ശത്രുക്കളെ, ആ ശത്രുക്കളെ, പ്രവാചകന്റെ അനുയായികളെ പീഡിപ്പിച്ച് പിഞ്ചുപൈതങ്ങളെ പോലും ആ പിഞ്ചുപൈതങ്ങൾ പൈതാഹത്താൽ ഷുഐബ് അബീ ത്വാലിബ് മലയിൽ ആ പിഞ്ചുപൈതങ്ങൾ പൈതാഹത്താൽ പൊട്ടിക്കരഞ്ഞതും ആ പൊട്ടിക്കരച്ചിൽ കേട്ട് പൈശാചികമായി അറബ് ജനത പൊട്ടിച്ചിരിച്ചതും ലോക ചരിത്രത്തിന് മറക്കാനാവാത്തതാണ്. എന്നിട്ടോ പിൽക്കാലത്ത് മദീനയിൽ ഇസ്ലാമിന്റെ രാഷ്ട്രം രൂപപ്പെട്ടപ്പോ മക്കത്ത് പട്ടിണിയാണെന്ന വാർത്ത തന്നെ ഗരാവോ ചെയ്തവർ, ഷുഐബ് അബീ ത്വാലിബിൽ താമസിപ്പിച്ചവർ, പച്ചില തിന്നാൻ അവസരമുണ്ടാക്കിയവർ, നാട് കടത്തിയവർ, ആ ആളുകൾ പട്ടിണിയിലാണെന്ന് കേട്ടപ്പോ അല്ലാഹുവിന്റെ റസൂലേ മധുരോദാരമായി പ്രതികാരം വീട്ടി. എന്താണ് ആ പ്രതികാരം? എന്താണ് ആ പ്രതികാരം? എന്താണ് ആ പ്രതികാരം? അവരെ വേദനിപ്പിച്ചുകൊണ്ടല്ല, അവർക്ക് ഭക്ഷണം എത്തിച്ചുകൊണ്ട്, അവർക്ക് സ്വാന്തനമേകിക്കൊണ്ട്, അവർക്ക് പട്ടിണിയിൽ നിന്ന് മോചനം നേകിക്കൊണ്ട് പ്രവാചക തിരുമേനി അങ്ങോട്ട് കടന്നു ചെല്ലുകയാണ്, അങ്ങോട്ട് കൊടുക്കുകയാണ്, അങ്ങോട്ട് ദാനം ചെയ്യുകയാണ്, അങ്ങോട്ട് ആദർശം കൊടുക്കുകയാണ്, അങ്ങോട്ട് പ്രതീക്ഷ കൊടുക്കുകയാണ്. ഇന്നത്തെ മുസ്ലിമിന്റെ പരാതി ഇങ്ങോട്ട് കിട്ടുന്നില്ല, ഇങ്ങോട്ട് ലഭിക്കുന്നില്ല. ഈ പരാതി അവസാനിപ്പിക്കണം. എന്നിട്ട് അങ്ങോട്ട് കൊടുക്കണം, നമ്മൾ അങ്ങോട്ട് കൊടുക്കണം, നമ്മൾ അങ്ങോട്ട് കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. കുൻതും ഖൈറ ഉമ്മ, ഉത്തമ സമുദായമാണ്, ജനങ്ങൾക്ക് വേണ്ടിയുള്ളവരാണ്, 700 കോടി മനുഷ്യർക്ക് വേണ്ടിയുള്ളവരാണ്. ഈ ഒരു ബോധം ഉണ്ടാവണം. അതാണ് എനിക്ക് ആദ്യം പറയാൻ. ഞാൻ ചില കാര്യങ്ങൾ തീർത്തു പറയും ഗൗരവമായി. അതനുസരിച്ച് പെരിയമ്പലത്തിലെ എല്ലാ സംഘടനകളോടും പറയും, ഒന്നാകണം നന്നാവണം പറഞ്ഞാ പോരാ, അതിനുള്ള മാർഗങ്ങൾ അവലംബിക്കണം. ആ മാർഗങ്ങൾ അവലംബിച്ച് മുന്നോട്ട് പോയാൽ ഒക്കെ നന്നാവും. കഴിഞ്ഞ ദിവസം അബ്ദുസ്സമദ് സമദാനി, റഹ്മത്തുള്ളാഹി കാസിമി, അതുപോലെ തന്നെ ഹുസൈൻ രണ്ടത്താണി, ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന്, ദി ട്രൂത്തിന്റെ ബഷീർ പട്ടേൽ തായം, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ജോയർ മൗലവി, ഞങ്ങളെല്ലാം ഒരു സ്ത്രീധന വിരുദ്ധ മുന്നേറ്റ സമിതി രൂപീകരിക്കാൻ വേണ്ടി കോഴിക്കോട് ചേർന്നു. എല്ലാ സംഘടനയും ഉമറലി, നമ്മുടെ തങ്ങൾ കുടുംബത്തിൽപ്പെട്ട ആളുകളൊക്കെ ഉള്ള വലിയൊരു ലീഗിന്റെ സമുന്നത നേതാക്കന്മാരടക്കമുള്ള ആളുകൾ അന്ന് വളരെ ഗൗരവമായി സ്ത്രീധനത്തെ സംബന്ധിച്ച് എല്ലാവരും സംസാരിച്ചു. മുസ്ലിം സമൂഹത്തിന്റെ ഭിന്നതയെക്കുറിച്ച് ചിലരൊക്കെ സൂചിപ്പിച്ചു പോവുകയും ചെയ്തു. പക്ഷേ ഞാൻ അവിടെ വളരെ കൃത്യമായി ഓർത്തതും ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നതും അന്നത്തെ ചില നേതാക്കന്മാരോട് പേഴ്സണലായിട്ട് സംസാരിച്ചതും, ഈ സമുദായം സ്ത്രീധനത്തിൽ നിന്ന് മുക്തമായ മതിയോ? ശിർക്കിലല്ലേ ഈ സമുദായം? ബിദ്അത്തുകളിലും ഖുറാഫാത്തുകളിലുമല്ലേ ഈ സമുദായം? വേദഗ്രന്ഥത്തെ പുറകോട്ട് വലിച്ചെറിഞ്ഞ ഒരവസ്ഥയല്ലേ ഈ സമുദായത്തിന്? ആര് പറയുമത്? ആരൊന്നിച്ചിരുന്ന് ചർച്ച ചെയ്യുന്നത്? ആരാണ് ഇതൊക്കെ ചർച്ച ചെയ്യേണ്ടത്? ഖുർആനിന്റെ സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ വിഷയങ്ങളെയും ചർച്ച ചെയ്യുവാനും മൗലികമായി പരിഹാരമുണ്ടാക്കുവാനും എന്തുകൊണ്ട് ഈ കേരളക്കരയിലെ മുസ്ലിം രാഷ്ട്രീയ നേതൃത്വം തയ്യാറാകുന്നില്ല? നമുക്ക് ദുനിയാവ് വലുതായി പോയല്ലേ?
നമുക്ക് കയ്യടികളും തക്ബീർ ധ്വനികളും പ്രോത്സാഹനങ്ങളും അധികാരത്തിന്റെ കസേരകളും നമുക്ക് മൗലികമായി തീർന്നുവല്ലേ? 20 ഭൗതിക സാമ്രാജ്യങ്ങളെയും ഏകാത്മീയ സാമ്രാജ്യത്തെയും ഭരിച്ച ഉമർ കൈതലയാണയായി മരുഭൂമിയിൽ കിടന്ന ദീർഘ പാരമ്പര്യത്തിന്റെ കഥ പറയുന്ന ഇസ്ലാമിക ചരിത്രം ഇന്നലകളുടെ ചരിത്രമായി ഇന്ന് അവശേഷിക്കുന്നു. അതൊരു ചരിത്രാവർത്തനമായി പുതിയ പുതിയ ഭരണാധികാരികൾ ഇസ്ലാമിന്റെ ചൈത്രയാത്ര നടത്താനില്ലാതെ പോയ ഒരു